Good morning, dear students. Today we'll continue with atomic structure. The name of our topic, the name of the module is Atomic Structure and Periodicity. We have already finished atomic structure. Now we'll move on to periodicity. അപ്പം നമ്മൾ കഴിഞ്ഞ 9 ക്ലാസ്സുകളിലായിട്ട് അറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൽ വാട്ട് ആർ ദി വേരിയസ് മോഡൽസ് ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം കണ്ടു. പിന്നെ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലായ വേവ് മെക്കാനിക്കൽ കൺസെപ്റ്റ് കണ്ടു. അതിൽ നിന്ന് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ നിന്ന് ക്വാണ്ടം നമ്പേഴ്സൊക്കെ കണ്ടു. ക്വാണ്ടം നമ്പേഴ്സ് കണ്ടതിന് ശേഷം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടാണ് പീരിയോഡിസിറ്റി ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ്. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ടു എസ്, പി, ഡി ആൻഡ് എഫ് ബ്ലോക്സ്. അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പീരിയോഡിസിറ്റി ഉള്ളത് കൊണ്ട് വി ക്യാൻ ക്ലാസിഫൈ ദ എലമെൻറ്റ്സ് ഇൻ ടു എസ്, പി, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്? അപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ അവസാനത്തെ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ഓർബിറ്റലിനെ നമ്മൾ വാലൻസ് ഓർബിറ്റൽ എന്ന് പറയും. എന്നിട്ട് ആ ഇലക്ട്രോണിനെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുമെന്നും നമ്മൾ കണ്ടു, അല്ലേ? അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോണിനെ നമുക്ക് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ക്യാൻ ബി an s electron, a p electron, d electron or an f electron. വാലൻസ് ഇലക്ട്രോൺ s ഓർബിറ്റലിലാണെങ്കിൽ അത് s ഇലക്ട്രോൺ ആണ്, p ഓർബിറ്റലിലാണെങ്കിൽ അത് p ഇലക്ട്രോൺ ആണ്, d ഓർബിറ്റൽ അല്ലെങ്കിൽ f ഓർബിറ്റലിലാണ് നമ്മുടെ ലാസ്റ്റ് ഇലക്ട്രോൺ വാലൻസ് ഇലക്ട്രോൺ ഇരിക്കുന്നതെങ്കിൽ അതിനെ d ഇലക്ട്രോൺ എന്നോ അല്ലെങ്കിൽ f ഇലക്ട്രോൺ എന്നോ പറയും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വാലൻസ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണ് ഇരിക്കുന്നത്, ഒരു എലമെൻറ്റിൻ്റെ വാലൻസ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണ് ഇരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഈ എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിളുണ്ട്. ആ ടേബിളിൻ്റെ പേരാണ് പീരിയോഡിക് ടേബിൾ. Periodic table is the systematic arrangement of the known elements. നമുക്കറിയാവുന്ന എലമെൻറ്റ്സിനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ ആരാണ് കണ്ടുപിടിച്ചത്? ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മെൻഡലീവ്. അപ്പം മെൻഡലീവ് ആദ്യം ഈ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ബേസ്ഡ് ഓൺ ദ അറ്റോമിക് മാസ് ഉപയോഗിച്ചാണ് മെൻഡലീവ് പീരിയോഡിക് ടേബിൾ സെറ്റ് ചെയ്തത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അറ്റോമിക് മാസിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പേഴ്സാണ്. അറ്റോമിക് നമ്പേഴ്സിൽ തന്നെ വാലൻസ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണ് പോകുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പീരിയോഡിക് ടേബിൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ ദറ്റ് ഈസ് മോർ ഇഫക്റ്റീവ് എന്ന് കണ്ടു. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് മോഡേൺ പീരിയോഡിക് ലോ വരുന്നത്. വാട്ട് ഈസ് മോഡേൺ പീരിയോഡിക് ലോ? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. ഇതിനെയാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഇതാരാ കണ്ടുപിടിച്ച? മോസ്ലി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇത് കൊണ്ടുവരുന്നത്. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. ദസ് പീരിയോഡിക് ടേബിൾ ക്ലാസിഫൈസ് ദ എലമെൻറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എല്ലാം കൂടെ ഒന്നിച്ചല്ല ഇരിക്കുന്നതിന് അതിനെ ഒരു സ്പെസിഫിക് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടാണ് പീരിയോഡിക് ടേബിൾ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പീരിയോഡിക് ടേബിളിൽ എന്തൊക്കെയാണുള്ളത്? പീരിയോഡിക് ടേബിൾ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 2 തിങ്സ് ദാറ്റ് ആർ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ്, അല്ലേ? അപ്പം നമുക്ക്
ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കോളംസിനെയാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. പീരീഡ്സ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ പീരിയഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ്സും ഉണ്ട്, പീരീഡ്സും ഉണ്ട്. ഓക്കെ, ഗ്രൂപ്പ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? The elements are arranged depending on number of valence electrons. ഒരു ഗ്രൂപ്പിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെയിം വാലൻസ് ഇലക്ട്രോൺസ് വരുന്ന എലമെൻസിനെ ഒന്നിച്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഗ്രൂപ്പിൽ. അപ്പോൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് 1 to 18 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 18 ഗ്രൂപ്പുകളാണ് പീരിയോഡിക് ടേബിളിലുള്ളത്. ഈ 18 ഗ്രൂപ്പിൻ്റെയും പ്രത്യേകത, ഓരോ ഗ്രൂപ്പിലും സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ഗ്രൂപ്പിൽ 1 വാലൻസ് ഇലക്ട്രോൺ ആണ്, സെക്കൻഡ് ഗ്രൂപ്പിൽ 2 വാലൻസ് ഇലക്ട്രോൺ ആണ്. ഇങ്ങനെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ നമ്പർ അനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഗ്രൂപ്പുകളെ ഇനി നിങ്ങൾ ഓരോന്നായിട്ട് പഠിക്കും. ഈ വർഷം നിങ്ങൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിനെ പഠിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത സെക്കൻഡ് സെമിസ്റ്റർ അല്ല, തേർഡ് സെമിസ്റ്റർ വരുമ്പം നിങ്ങൾ അടുത്ത ടൈപ്പ് ഓഫ് എലമെൻസിനെ പഠിക്കും. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ അടുത്ത ടൈപ്പ് ഓഫ് എലമെൻസിനെ, റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് കഴിഞ്ഞ് വരുന്ന ബാക്കി എലമെൻസിനെ, നമ്മുടെ ഇനേർട്ട് ഗ്യാസസിനെയൊക്കെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെമിസ്റ്ററിൽ, അതായത് 5th സെമിസ്റ്ററിൽ നിങ്ങൾ ട്രാൻസിഷൻ എലമെൻസിനെയും ഇനി ട്രാൻസിഷൻ എലമെൻസിനെയും ഒക്കെ പഠിക്കും. അപ്പോൾ ഓരോ സെമിസ്റ്ററിലായിട്ടാണ് നമ്മൾ ഈ പീരിയോഡിക് ടേബിളിനെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെമിസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റെപ്രസെൻറ്റേറ്റീവ് എലമെൻസ് ആണ്. അത് നിങ്ങളുടെ മോഡ്യൂൾ 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന എലമെൻസിനെല്ലാം തന്നെ സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. ആൻഡ് ഹെൻസ് ദേ ഷോ സിമിലർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഈ 18 ഗ്രൂപ്പിലുമുള്ള എലമെൻറ്റ്സ്, ഓരോ ഗ്രൂപ്പിലുമുള്ള എലമെൻറ്റ്സ് ഹാവ് സെയിം വാലൻസ് ഇലക്ട്രോൺസ് ആൻഡ് ദേ ഷോ സിമിലർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇനി പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹൊറിസോണ്ടൽ റോസിനെയാണ്, പീരിയോഡിക് ടേബിളിൻ്റെ ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ പീരീഡ്സ് എന്ന് പറയുന്നത്. ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് ദ വാലൻസ് ഇലക്ട്രോൺ. നമ്മൾ വാലൻസ് ഇലക്ട്രോൺ പോകുന്ന ഷെല്ലിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പീരീഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4s1 എന്നാണെന്നുണ്ടെങ്കിൽ അത് ഏത് ഗ്രൂപ്പിലായിരിക്കും? ഫസ്റ്റ് ഗ്രൂപ്പിലായിരിക്കും. ഏത് പീരീഡിലായിരിക്കും? 4th പീരീഡിലായിരിക്കും അത് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പീരീഡ് എന്ന് പറയുന്നത് ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് ദ വാലൻസ് ഇലക്ട്രോൺ. അപ്പം അങ്ങനെ 1 to 7 പീരീഡ്സ് ആണുള്ളത്. 7 പീരീഡുകളാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. എത്ര ഗ്രൂപ്പുണ്ട്? 18 ഗ്രൂപ്പുണ്ട്. എത്ര പീരീഡ്സ് ഉണ്ട്? 7 പീരീഡ്സും ആണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഇനി ദ 7 പീരീഡ്സ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ, ഇത് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് n = 1. 2 എലമെൻറ്റ്സ് മാത്രമുള്ള ഒരു പീരീഡാണ് ഫസ്റ്റ് പീരീഡ്. അതിൽ ഹൈഡ്രജനും ഹീലിയവും മാത്രമാണുള്ളത്. സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ n = 2 ആണ്. അതിനകത്ത് ലിത്തിയം തൊട്ട് നിയോൺ വരെയുള്ള എലമെൻറ്റ്സ്, 8 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. തേർഡ് പീരീഡിൽ സോഡിയം ടു ആർഗൺ ആണുള്ളത്, 8 എലമെൻറ്റ്സ്. ഫോർത്ത് പീരീഡിൽ n = 4 ആണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 വരുന്നതാണ് ഫോർത്ത് പീരീഡിൽ വരുന്നത്. പൊട്ടാസ്യം ടു ക്രിപ്റ്റൺ 18 എലമെൻറ്റ്സ് ആണുള്ളത്. ഫിഫ്ത്ത് പീരീഡ് n = 5, അത് റുബീഡിയം ടു സെനൺ ആണ്. 18 എലമെൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്. ഈ പീരിയോഡിക് ടേബിളിൽ ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ 5 പീരീഡ്സിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 7 പീരീഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് 1, 2, 3, 4, 5 ഈ 5 പീരീഡ്സിലെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് പീരീഡിൽ 2 എലമെൻറ്റ്സ്, സെക്കൻഡ് പീരീഡിൽ എത്ര എലമെൻറ്റ്സ് ആണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8 എലമെൻറ്റ്സ് ആണുള്ളത്. തേർഡ് പീരീഡിലും 8 എലമെൻറ്റ്സ് ആണുള്ളത്. ഫോർത്ത് പീരീഡിൽ നമ്മൾ 18 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫിഫ്ത്ത് പീരീഡിലും 18 എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഈ 6th 7th ഞാൻ എന്താണ് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്?
നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഈ സിക്സ്ത് പീരീഡും 7th പീരീഡും വളരെ ലോങ് പീരീഡ്സ് ആണ്. വൈ ഇസ് ദാറ്റ്? ഇവിടെ ഇടയ്ക്ക് നമ്മുടെ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിട്ടുള്ള ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരുപാട് വലുതാണ്. അപ്പോൾ ആ പീരീഡിനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഈ പീരിയോഡിക് ടേബിളിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിൾ ഭയങ്കര നീണ്ടു പോകും, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് തന്നെ മാറിപ്പോവും. അത് മാറാതിരിക്കാൻ വേണ്ടി അതിനെ രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ സെപ്പറേറ്റ് ഏരിയയിലാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡിൽ 6th 7th പീരീഡും കാണിക്കാതിരിക്കുന്നത്. 6th പീരീഡ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, വാലൻസ് ഇലക്ട്രോണിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 6 ആയിരിക്കും. 7th ഇലക്ട്രോണിലെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാലൻസ് ഇലക്ട്രോണിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 7 ആയിരിക്കും. പക്ഷേ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കിയാൽ തന്നെ അറിയാം. 18ൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട്, ബിക്കോസ് ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്. ഓക്കെ, അപ്പോൾ 7 പീരീഡ്സും 18 ഗ്രൂപ്പ്സുമാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. ഓക്കെ, ഓരോ പീരീഡിലും എത്ര എലമെൻറ്റ്സ് വീതമുണ്ടെന്ന് നമുക്കറിയാലോ. ഫസ്റ്റ് പീരീഡിൽ 2, സെക്കൻഡ് പീരീഡിൽ 8, തേർഡ് പീരീഡിലും 8, 4th 5th 18 വീതവുമാണ് നമുക്ക് ഉള്ളത്. 6th 7th വെരി ലോങ് പീരീഡ്സ് ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലാന്തനൈറ്റ്സ് ആൻഡ് ആക്ടിനൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയാണ് പീരിയോഡിക് ടേബിളിലുള്ള ഗ്രൂപ്പ്സും പീരീഡ്സും ഉണ്ട്. ഇതുകൂടാതെ പീരിയോഡിക് ടേബിളിന് ഒരു കാര്യം കൂടിയുണ്ട്, ബ്ലോക്സും ഉണ്ട്. There are 4 blocks of periodic table. It is based on the filling of the valence electrons. Valence electron എവിടെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് 4 ബ്ലോക്സ് പീരിയോഡിക് ടേബിളിലുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ബ്ലോക്സ്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, പി ബ്ലോക്ക് എലമെൻറ്റ്സ്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പം നമുക്ക് കാണാലോ ഇവിടെ ഈ ഗ്രൂപ്പ് 1ലും 2ലും എന്താണ് പ്രത്യേകത? ഗ്രൂപ്പ് 1ൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 1 ആണ്, ഗ്രൂപ്പ് 2ൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് 2 ആണ്. അപ്പോൾ ഇത് രണ്ടും ഏത് ഓർബിറ്റലിലേക്കായിരിക്കും പോകുന്നത്? എസ് ഓർബിറ്റൽസിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ 2 ഗ്രൂപ്പ്സിനെ നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് ഒന്നിച്ച് പറയും. അതേപോലെ ഗ്രൂപ്പ്സ് 13 to 18, ഈ 13 to 18ൽ 13 to 18 എക്സെപ്റ്റ് ദിസ് ഫസ്റ്റ് പീരീഡ് നമ്മൾ കൂട്ടാൻ പാടില്ല. ഈ കളറിൽ, ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നതെല്ലാം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഹീലിയത്തിൻ്റെ കേസിൽ പി ഓർബിറ്റൽ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പക്ഷേ അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല, ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി എവിടെ ഇത് വരേണ്ടത്? ഇവിടെയാണ് വരേണ്ടത്, അല്ലേ? ഇതൊരു ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഹീലിയം ഇവിടെയാണ് ശരിക്കും വരേണ്ടത്. പിന്നെ നമ്മൾ ഹീലിയത്തിന് ഇവിടെ കാണിക്കുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷനാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസസിൻ്റെ കൂടെ അതിനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത, അവരുടെ എല്ലാം വാലൻസ് ഇലക്ട്രോൺസ് പോകുന്നത് പി ഓർബിറ്റലിൽ ആണ്. അപ്പോൾ ഈ പി ഓർബിറ്റലിൽ വാലൻസ് ഇലക്ട്രോൺസ് പോകുന്ന ഈ ബ്ലോക്കിനെ ആണ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ വർഷം എസ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ഇയർ, അതായത് 4th സെമ്മിൽ പി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം. 5th സെമ്മിൽ ട്രാൻസിഷൻ ആൻഡ് ഇനർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, അതായത് ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെയും കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലോക്സ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ഏത് ഓർബിറ്റലിലാണ് വാലൻസ് ഇലക്ട്രോൺ പോകുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഗ്രൂപ്പ്സ് ഉണ്ട്, പീരീഡ്സ് ഉണ്ട്, ബ്ലോക്സും ഉണ്ട് പീരിയോഡിക് ടേബിളിൽ. ഇനി